സംസ്ഥാനത്തിൻ്റെ ഭരണം ആരുടെ കൈകളിലാണെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമ്മളോടൊപ്പം വട്ടിയൂർക്കാവിലെ LDF സ്ഥാനാർത്ഥി VK പ്രശാന്ത് കൂടി ചേരുന്നുണ്ട്. നാളെ ഏകദേശം ഈ സമയമാകുമ്പോൾ നമുക്ക് വിധിയെഴുത്ത് എങ്ങനെയാണെന്നൊക്കെ ഏകദേശം അറിയാൻ സാധിക്കും. എത്രത്തോളമാണ് വിജയപ്രതീക്ഷ? ഞങ്ങൾ 100% വിജയം പ്രതീക്ഷിക്കുകയാണ്. കാരണം 2019-ലും 2021-ലും ഞങ്ങൾ തോക്കുമെന്നാണ് പലരും പറഞ്ഞത്. പക്ഷേ നല്ല ഭൂരിപക്ഷം നേടി വിജയിച്ചു. 2019-ൽ 14,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ചു. 2021-ൽ അത് വർദ്ധിപ്പിച്ച് 21,000 ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അതിൽ കൂടുതൽ എത്തേണ്ടതാണ്. പക്ഷേ SIR മറ്റുമൊക്കെ വന്നത് കാരണം വോട്ടർമാരുടെ എണ്ണത്തിൽ കുറവ് വന്നു, പോളിംഗ് ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കുറവ് വന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു 15,000-ന് മുകളിൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ നിലയിലേക്ക് എത്തുമെന്നാണ് കാണുന്നത്. കാരണം പ്രബലമായ സ്ഥാനാർത്ഥികൾ മറുഭാഗത്ത് വന്നല്ലോ. ശ്രീ K മുരളീധരനും ശ്രീമതി ശ്രീലേഖ ഉൾപ്പെടെ ആളുകൾ വന്നു. അപ്പോൾ അവർ നല്ലൊരു മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ LDF നടത്തിയിട്ടുള്ള വികസനങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു നെഗറ്റീവ് ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. നല്ല നിലയ്ക്ക് ജനങ്ങൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എന്ന നിലയ്ക്ക് പൊളിറ്റിക്കൽ വെരിഫിക്കേഷൻ നടത്തുന്നത് 4,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. പക്ഷേ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുന്നത് 15,000-ന് മുകളിൽ പോകും എന്ന് തന്നെയാണ്. 2019-ൽ ഇടത്തേക്ക് ചാഞ്ഞ മണ്ഡലത്തിനെ തിരികെ പിടിക്കാൻ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് K മുരളീധരനെയാണ്. NSS അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ വോട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ എത്രമാത്രം നിർണായകമാണ്? അല്ല, അതിൽ സാമുദായിക സമവാക്യങ്ങൾക്കപ്പുറത്ത് ജനങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞു തന്ന ഒരു മണ്ഡലം കൂടിയാണ് വട്ടിയൂർക്കാവ്. 2019 ഞാൻ മത്സരിക്കുമ്പോൾ അത്തരം ചില ഇഷ്യൂസ് ഉണ്ടായല്ലോ. അന്ന് ഞാൻ പറഞ്ഞത് സാമുദായിക ഘടനയ്ക്ക് അപ്പുറത്തേക്ക് ആളുകൾ ചിന്തിക്കും. അത് യാഥാർത്ഥ്യമായി. അവിടെ മെജോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് NSS നായർ വിഭാഗത്തിലുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ അവരിൽ ഉൾപ്പെടെ ഭൂരിഭാഗം ആളുകളും LDFനാണ് വോട്ട് ചെയ്തത്. അത് വ്യക്തിപരമായി കൂടിയുള്ള ഒരു വോട്ട് കൂടിയാണ്. നടന്നിട്ടുള്ള കാര്യങ്ങൾ, മേയറായിരുന്നപ്പോൾ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, വികസനത്തിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ, ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ആളുകൾ വോട്ട്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും സാമുദായിക ഘടനകൾ അതനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യുമെന്ന് ധരിക്കുന്നത് ശരിയല്ല എന്ന് തെളിയിച്ച മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ 2021-ൽ സംഭവിച്ചു. 21,000-ആയി ഭൂരിപക്ഷം വർദ്ധിച്ചു. അപ്പോൾ ഈ സമയവും UDF ആശ്രയിക്കുന്നത് തന്നെയാണ്. സാമുദായിക സമവാക്യം, ചില കൺസോളിഡേഷനുകൾ, ഇതാണ് അവരുടെ വിജയപ്രതീക്ഷ. ഞങ്ങൾ കാണുന്നത് അങ്ങനെയല്ല. സാമാന്യ ജനം ജാതി മത ചിന്തകൾക്ക് അതീതമായി LDF വോട്ട് ചെയ്യും. 85,000-ലധികം വനിതാ വോട്ടർമാരുണ്ട്. BJP കളത്തിലിറക്കിയിരിക്കുന്നത് R ശ്രീലേഖയാണ്. ആ ഒരു വ്യക്തിപ്രഭാവം ഈ ഒരു തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും? അല്ല, ആ വ്യക്തിപ്രഭാവത്തിന് യോജിച്ച നിലയിലല്ലല്ലോ അവർ കൗൺസിലറായപ്പോഴും പിന്നീട് മത്സരിക്കുമ്പോഴുമുള്ള ചിത്രമെന്ന് പറയുന്നത്. അപ്പോൾ അത് മാറിപ്പോയി. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നെഗറ്റീവ് വോട്ടിങ്ങിലേക്ക് പോയോ എന്നൊരു സ്ഥിതിയാണ് അവസാന ഘട്ടത്തിലുണ്ടായത്. BJPയുടെ പല പ്രവർത്തകന്മാരും പ്രവർത്തന രംഗത്ത് വന്നില്ല. അവർ പോളിംഗ് ബൂത്ത് സജീവമായില്ല, മിഷണറി സജീവമായില്ല. അപ്പോൾ അതൊക്കെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവർ നടത്തിയിട്ടുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഉണ്ടായ നിസ്സംഗതയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും BJP വോട്ടിനെ ബാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന ഒരു കാര്യം. അപ്പോൾ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളൊരു ആശങ്ക മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേറൊരു ടെൻഷനും ഞങ്ങൾക്കില്ല. വൈബ് പോലൊരു യുവജനങ്ങളെ ആകർഷിക്കുന്ന സംഘടന, ഇത്തവണത്തെ ജൻസി വോട്ടുകളും യുവാക്കളുടെ വോട്ടുകളും എങ്ങോട്ട് ചായാനാണ് സാധ്യത? അത് തീർച്ചയായിട്ടും മണ്ഡലത്തിലെ സംബന്ധിച്ച് LDFന് അനുകൂലമായി വരും. കാരണം ചെറുപ്പക്കാരാലോചിക്കുന്നത് എന്താ, കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് വലിയ മാറ്റം വന്നു. ഇപ്പോൾ വ്യവസായ സൗഹൃദമായി സംരംഭങ്ങൾ വന്നു, സ്റ്റാർട്ടപ്പുകൾ വന്നു. അപ്പോൾ പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല എന്നായിരുന്നല്ലോ വയ്പ്. അത് മാറി. നമ്മുടെ സാമ്പത്തിക രംഗം മുന്നോട്ട് പോയി, പശ്ചാത്തല സൗകര്യ വികസനം മുന്നോട്ട് പോയി. അപ്പോൾ ഇത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ കൂടുതൽ സ്വാധീനിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്നും ചെറുപ്പക്കാരെല്ലാം വിദേശത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല വസ്തുത. ഇവിടെ ഇപ്പോൾ ചെറുപ്പക്കാർ ബിസിനസ് നടത്താൻ വേണ്ടി തയ്യാറാവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ LDF ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് എന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ത്രീജനങ്ങളും ചെറുപ്പക്കാരുടെയും വോട്ട് ഇത്തവണ LDFന് അനുകൂലമായിട്ടായിരിക്കും എന്നാണ് കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല വാർഡുകളിലും BJP കൗൺസിലർമാർക്ക് വലിയ ഒരു വിജയ ശതമാനം ഉണ്ടായിരുന്നു. ഇത്തവണ ഈ BJP കൗൺസിലർമാർക്ക് വലിയ ഭൂരിപക്ഷം കിട്ടിയ വാർഡുകളിൽ എത്രത്തോളമായിരിക്കും വോട്ട് ശതമാനം? അല്ല, അത് നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. കാരണം നേരത്തെ നഗരസഭയിലുണ്ടായിട്ടുള്ള ചില ഇഷ്യൂസും മറ്റുമൊക്കെ ഒരു നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോയി. അതിൻ്റെ റിഫ്ലക്ഷൻ തെരഞ്ഞെടുപ്പിലുണ്ടായി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് BJP കൗൺസിലർമാർ ബഹുഭൂരിപക്ഷം നേടിയ വാർഡുകളിലടക്കം ഞങ്ങളിപ്പോൾ ലീഡിലേക്ക് വരും. ഞങ്ങൾക്ക് ആകെ ആശങ്കയുള്ളത് 2-3 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. കവടിയാറോ ശാസ്തമംഗലമോ പോലുള്ള ചില മേഖലകളിലാണ് ഞങ്ങൾക്ക് ആശങ്കയുള്ളത്. ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ ലീഡ് ചെയ്യും. ഏതൊക്കെ വാർഡുകളിലായിരിക്കും കൂടുതൽ? ഞങ്ങൾ കാണുന്നത് പേരർക്കട, വാഴോട്ടോണം, കൊടുങ്ങാനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞങ്ങൾ വലിയ ഭൂരിപക്ഷം നേടും. 2-3 സ്ഥലങ്ങളിൽ UDF മെജോറിറ്റി നേടിയാൽ പോലും അതിനെയൊക്കെ മറികടക്കുന്ന ഭൂരിപക്ഷം ഈ പറയുന്ന വാർഡുകളിലൂടെ ഞങ്ങൾക്ക് ലഭിക്കും. എന്തായാലും എല്ലാവിധ ആശംസകളും. താങ്ക് യു വെരി മച്ച്.
വലിയ വിജയപ്രതീക്ഷ തന്നെയാണ് വി കെ പ്രശാന്ത് പങ്കുവയ്ക്കുന്നത്. ക്യാമറാമാൻ സനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.